ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, ഞാൻ ബ്യൂട്ടിഫുൾ അല്ലേ? അല്ല, ഹാൻസം എന്ന് പറയാം ആണുങ്ങളെ. ആണോ? ഓക്കെ, അപ്പം ഞാൻ ഹാൻസം അല്ലേ? അതെ. ഈ ബ്യൂട്ടിഫുൾ അല്ല. അപ്പോൾ വേറെ ഒന്നുമല്ല. ഇപ്പോൾ സമയം വൈകിട്ട് 4 മണിയായിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ തന്നെ ഭയങ്കര വഴുകി പറഞ്ഞാൽ നേരത്തെയാണോ? 11 മണി കഴിഞ്ഞു. 11:30. എനിക്ക് നേരത്തെയാണ്. സ്നേഹയ്ക്ക് ഭയങ്കര വഴുകിയിട്ടാണ് സ്നേഹ പറയുന്നത്. എന്താണെങ്കിലും ഞാൻ രാവിലെ ഇവിടെ സ്നേഹൻ്റെ വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചൊരു ടൈമായിരുന്നു. പക്ഷേ 12 മണിയായി. അതെ, എന്നാലും 12 മണിയായി ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചതുമില്ല. ഇപ്പൊ കഴിക്കണ്ടേ? അത് കഴിക്കണം. കാരണം ഇന്നലെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് വരെ കഴിച്ചല്ലേ. ശരിയാണ്. അപ്പോൾ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനും ചിത്തുബായും അനൂപ്തിയും കൂടി ഇറങ്ങുകയാണ്. ഞങ്ങൾ മൂന്നാളും കൂടെ ഇറങ്ങും. അത് ഞാൻ അറിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാല്. സ്നേഹ വർക്കിന്റെ കാര്യത്തിൽ വർമ്മനായതുകൊണ്ട് സ്നേഹം എന്ത് ചെയ്യുന്നില്ല. എന്നെ ജോലിക്ക് പിടിച്ചിരുത്തിയോണ്ട് തിങ്കൾ മുതൽ വെള്ളി വരെ എന്നും രാവിലെ. ജസ്റ്റിസ് പുതിയ നിയമം പറഞ്ഞിട്ടുണ്ട്. ആണുങ്ങൾ സമ്പാദിക്കുന്ന പൈസ വീട്ടിൽ പെണ്ണുങ്ങൾക്ക് കൊടുക്കണം. ആണുങ്ങളുടെ ATM കാർഡും പെണ്ണുങ്ങൾക്ക് കൊടുക്കണം. പക്ഷെ ഇവിടെ ഞാൻ നേരെ മറിച്ചാത്താ. എടുക്ക് ഇവളെ അക്കൗണ്ട് നമ്പറും ഇവളെ ATM കാർഡും ഇവളെ സാധനമൊക്കെ ഇല്ല. എന്നിട്ട് ഞാൻ സാധനം വെച്ചാൽ എനിക്ക് തിരിച്ചു തരൂല്ല. പക്ഷെ ഞാൻ എന്റെ തന്റെയിലുണ്ട്. ഇല്ല, എനിക്ക് സായിന്റെ കയ്യിലുള്ള എത്ര അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ട് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. മനസ്സിലാക്കാൻ പറ്റില്ലേ സാധനം? വെറുതെ അറിയാട്ടോ, ഇന്റെ എല്ലാ കാര്യങ്ങളും ഇന്റെ മറ്റേ ഡീറ്റെയിൽസ് ഉണ്ട്. ഇന്റെ എല്ലാ പൈസ എടുത്ത് ഉപയോഗിക്കാറുണ്ട് ലൈഫ് ഫുൾ. ഓക്കെ. അപ്പൊ ഇനി പറഞ്ഞു വന്നത് അതല്ല, അതവിടെ വിട്. സ്നേഹം, ഞാനൊരു ബൈക്ക് എടുക്കുന്നതിൽ എനിക്ക് എന്താ പറയുന്നത്? എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതായത് എന്നോട് ഡോക്ടർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ബൈക്ക് ഒരു 3 മാസത്തിന് ഉപയോഗിക്കരുത്. കാറ് കൂടി ഓടിക്കരുത്. അല്ല, അതുകൊണ്ടാ ഞാൻ ബൈക്ക് എടുക്കണോ വേണ്ടേ എന്നുള്ളൊരു എടുക്കണ്ടെന്നാണ്. പക്ഷെ എന്റെ മനസ്സിൽ എടുക്കണമെന്നാണ്. ഫാസിൽ ബ്രോ കോട്ടക്കലില് പുതിയൊരു യൂസ്ഡ് ബൈക്കിന്റെ ഷോറൂം ഉണ്ട്. അതില് നല്ല അടിപൊളി ഹയർ എൻഡ് ബ്രാൻഡഡ് ബൈക്സ് ഉണ്ട്. അപ്പൊ അതിലൊരു കാവസാക്കി ഓർ CBR ഒക്കെ എനിക്ക് നോക്കാൻ ഭയങ്കര താല്പര്യം. നോക്കിയാ കണ്ട് വെള്ളർക്കുന്ന കുഴപ്പമൊന്നുമില്ല, എടുക്കണ്ട. കാരണം ഹെൽത്ത് ഇപ്പൊ വളരെ മോശമാണ്. കണ്ട് വെള്ളറക്കാതെ എന്താ നരകക്കൂലി ഷവായി ഞാൻ നരകക്കൂലിന്ന് പണ്ടും പറയാറുണ്ട്. പണ്ട് ഞാനോട് സംസാരിക്കില്ലല്ലോ. ഇപ്പൊ എന്തിനോടാണ് സംസാരിച്ചാൽ പിന്നെ എല്ലാ കാര്യം ചെയ്യുള്ളൂ. അതെ. അപ്പൊ ഇത് മറ്റേ ലഡു ജിലേബിയും ഷവായി ഒന്നും അല്ലല്ലോ കണ്ട് വെള്ളറക്കാൻ വേണ്ടിട്ട്. ബൈക്കാണ്. ബൈക്കിനോട് നമുക്കൊരു പ്രണയമുണ്ട്. വണ്ടിയെ പ്രണയിച്ചവർ കേട്ടിട്ടില്ല? വണ്ടിയെ പ്രണയിച്ചാൽ കേട്ടിട്ടുണ്ട്. നല്ല ഷാമ്പൂ കണ്ടീഷണറൊക്കെയാണ്. അതെ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എന്തായാലും കോട്ടയ്ക്കിൽ അവിടെ ഇന്നാണ് ഉദ്ഘാടനം കഴിഞ്ഞ ഷോപ്പ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പോയിട്ട് ഒന്ന് നോക്കട്ടെ. എനിക്ക് അഥവാ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കണ്ടു ഇഷ്ടമായി എടുക്കുന്നു, കീഴടക്കി കൊണ്ടുവരുന്നു. അതെ, അതിനെ കുറിച്ച് ഞാൻ കാന്ന് വെച്ച് വെച്ചാൽ എന്നോട് ഇപ്പൊ ചോദിക്കാനെ കുറിച്ച് ഞാൻ പറയില്ല. കുരുട്ട് സ്നേഹം. അപ്പൊ ഓക്കെ, ബൈ സ്നേഹം, ഞാൻ പോവാം. ബൈ ബൈ. നേരെ ചെന്നത് കബാബ് കഴിക്കാനാണ്. കബാബ് കഴിക്കാൻ ചെന്നപ്പോൾ കുറേ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിനോട് ചറവറ ഓപ്ഷൻസ്. ഉച്ചയ്ക്ക് ഒരു വക സാധനം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കോട്ടയ്ക്ക് പോകണമെങ്കിൽ പുത്തൂർ ബൈപ്പാസിന് കബാബും അനൂക്കാണോ നിങ്ങൾ കഴിച്ചില്ലേ? കബാബും എന്താണ്, പിന്നെ നമ്മുടെ പാനിപൂരി, പിന്നെ കബാബിൽ തന്നെ പല ഐറ്റംസ് ഉണ്ടല്ലോ. അതുപോലെ വിങ്സും, സ്പൈസി നോൺ സ്പൈസും വിങ്സ്, പിന്നെന്താ വേറെ കബാബുള്ളത് കുറേ സാധനം, ടിക്ക, പിന്നെ വെറൈറ്റി ഐറ്റംസ് ധാരാളം കാണുന്നുണ്ട്. നിങ്ങൾ ചെമ്മീൻ അടിച്ചില്ലേ? ചെമ്മീൻ അടിച്ചു. നല്ല നാടൻ ചെമ്മീൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്നും അടിക്കാനുള്ള ചാൻസ് ഒന്നും കഴിച്ചില്ല. വീട്ടിൽ നിന്ന് കഴിക്കാതെ പോകാം. ബൈക്കിൻ്റെ ഷോറൂമിൽ പോണതിന് മുന്നേ ലൈറ്റായിട്ട് കുറച്ച് കബാബും കുറച്ച് പാനിപ്പൂരി, ലൈറ്റായിട്ട് കുറച്ച് ചായ. സാധനം എത്തിയിരിക്കുന്നു. ഇത് എരുള്ളത്, ഇത് എരിവില്ലാത്തത്, ഇത് എരിവുള്ളത്. എരിവില്ലാത്തൊക്കെ എടുത്ത് തിന്നു കഴിഞ്ഞാൽ നമ്മളങ്ങനെ DC മോട്ടോഴ്സിന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. കോട്ടയ്ക്കിലുള്ള പുതിയ DC മോട്ടോഴ്സിന്റെ ഷോറൂമിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫാസിൽ ബ്രോ വരാൻ കുറച്ച് സമയമാവും എന്ന് പറഞ്ഞു. നമുക്ക് ഇടയ്ക്ക് കയറിയിട്ട് ഇറങ്ങിയിട്ട് ഒന്ന് വണ്ടിയൊക്കെ നോക്കി സെറ്റായിട്ട് നിൽക്കാം. അപ്പോഴത്തേക്ക് അങ്ങേര് വരും. ഓക്കെ, കമോൺ. മിസ്റ്റർ ജിത്തുഭായ്, ഹലോ. നിങ്ങൾ ഏത് വണ്ടി ഇഷ്ടം എന്ന് പറഞ്ഞത്? ജിത്തുഭായ്ക്ക് ഡുക്കാട്ടി സ്ക്രാംബ്ലറാണ് ഇഷ്ടമായിട്ടുള്ളത്. ഡുക്കാട്ടി സ്ക്രാംബ്ലറാണോ?
സ്ക്രാംബ്ലർ ആണ് നിങ്ങൾക്ക് താല്പര്യം? റീപെയിന്റ് ചെയ്താണ്. അല്ലടോ, അതിന്റെ പെയിന്റ് അങ്ങനെ തന്നെയാണ്. അത് പൊടിയാണ്. പൊടിയാണത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ വണ്ടിയാണ്. ഇത് സെറ്റാണ് വണ്ടി. എനിക്കിഷ്ടപ്പെട്ട ആ വണ്ടിയാണ്. ഇതല്ല, നോ, ഇതല്ല, ബെനലി അല്ല. എനിക്ക് ഡുക്കാട്ടി സ്ക്രാംബ്ലറിനേക്കാൾ കൂടുതൽ താല്പര്യമുള്ളത് കാവസാക്കി Z800. ഈ സാധനത്തിന് മുകളിലാണ് എൻ്റെ താല്പര്യം. എൻ്റെ കണ്ണ് ഈ പുറത്ത്. വണ്ടി ആകുമ്പോൾ ഏറ്റവും വലിയ ഗുണം ഇതിന് ഇങ്ങനെ ഒരു സാധനമൊക്കെ ഏത്? ഇതല്ല, സീറ്റിൻ്റെ ഇതാണത്, അടപ്പാണത്. അതല്ല ഊര്. ഈ സാധനം മൊത്തത്തിൽ ഒരു കളയണ്ടല്ലോ. ഏത്? ഞാൻ ഈ സാധനം നോക്കിക്കൊണ്ടിരിക്കണേ. ഇതിപ്പോൾ ഞങ്ങളൊക്കെ ഇതന്നെ. അല്ലെങ്കിൽ നിഞ്ച 1000. എമാതിരി അല്ല, ഇവൻ പറയാ ഞാനിപ്പോൾ ഈ വണ്ടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഞങ്ങളൊക്കെ തന്നെയല്ലേ നോക്കിക്കൊണ്ടിരിക്കണം പറയാം. ഭൂലോക ഇമാതിരി ലോക്കൽ ചളി ഇയാളെ ഇന്ന് മാത്രമേ കേൾക്കലുള്ളൂ. നിഞ്ച 1000. നിഞ്ച 1000 ആണെങ്കിലും വലിയ സീനില്ല. നിഞ്ച 800 ആണെങ്കിലും സീനില്ല. 800 ആണ് എനിക്ക് ഒന്നുകൂടി താല്പര്യം. ട്രൈംഫ് ഉണ്ട് അവിടെ. ട്രൈംഫ്. ഇത് ട്രൈംഫ് വേണോ? കാണാൻ നല്ല ഫ്രണ്ട് ഒരു ദമ്മുണ്ട് വണ്ടി. ഏത്? ട്രൈംഫോ? പക്ഷെ ഇതിന്റെ തല മാത്രം വിട്ടിക്കുന്നുണ്ട്. ഈ മത്തി തല മാതിരി, മത്തീന്റെ തല ഇരിക്കണ മാതിരി. പൂച്ചക്കിട്ട് കൊടുത്താൽ മതി, അതിങ്ങനെ വിട്ടിക്കും. അതല്ലേ കറക്റ്റ് അതേപോലെ രണ്ട് കാണുന്നു. ആൻഡ്മാൻ. അതല്ലേ കണ്ടിട്ടുണ്ട്. അത് സൗണ്ട് കണ്ടതിനേക്കാളും കേൾക്കാനാണ് രസം. സൗണ്ട് ഭയങ്കര സൗണ്ടാണ്. ബൈക്കൊക്കെ നോക്കിക്കഴിഞ്ഞ് അത്യാവശ്യം ഇരുട്ടായി ഗൈസ്. കാരണം അവിടെ ഇരുന്നിട്ട് നമ്മൾ ഏത് വണ്ടി വീണ്ടും ഞാൻ അങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ബെറ്റർ ഓപ്ഷൻസ് ഏതെങ്കിലും ഉണ്ടോയെന്ന് അവിടെ ചോദിച്ചു. അവർ വേറെ 1-2 ഓപ്ഷൻസ് പറഞ്ഞു. ബട്ട് സ്റ്റിൽ എൻ്റെ മൈൻഡ് അവിടെ തന്നെ കവാസാക്കി തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. നോക്കട്ടെ, ഇനിയിപ്പോൾ എന്താ പറയുക, 1-2 ഓപ്ഷൻസ് കൂടി ഞാൻ നോക്കുന്നുണ്ട്. ചാടി കയറി എടുക്കുന്നില്ല. കവാസാക്കി ഉപയോഗിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഉപയോഗിച്ചിട്ടുണ്ട് അവർ, നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോ. ഓർ ബെറ്റർ ഓപ്ഷൻസ് അറിയുന്നവരുണ്ടെങ്കിൽ അവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോ. എന്താണെങ്കിലും ബൈക്ക് അതൊരു ആഗ്രഹമാണ്. ഇപ്പം എന്താ പറയുക, അത് ലൈക്ക് ഇതിന് മുമ്പ് ഒരു ഹാർലി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, ഒരു റോഡ് 750. പക്ഷെ അതിങ്ങനെ 2 സൈഡും നമുക്ക് ഭയങ്കര ഹീറ്റ് വരുന്നതുകൊണ്ട് കാല് ഭയങ്കര സീനായിരുന്നു. ഞാൻ അധികവും ഷോർട്ട്സ് ഇട്ടിട്ടാണ് അങ്ങനെ ജിമ്മിലൊക്കെ പോയി വരും. ഞാൻ ഭയങ്കര റൈഡിന് പോകുന്ന ആളൊന്നുമല്ല. നമ്മുടെ ഒരു ആഗ്രഹമാണ്. നമുക്ക് ആ ഒരു ആഗ്രഹത്തിൻ്റെ മുകളിലാണ് ഒരു സൂപ്പർ ബൈക്ക് പോലത്തെ ഒരു സാധനം, ഒരു 4 സിലിണ്ടർ വേണം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ നമുക്ക്. അങ്ങനെ പാരലൽ ട്വിൻ, 4 സിലിണ്ടർ പാരലൽ ട്വിൻ വേണം. അപ്പം അങ്ങനെ അതുകൊണ്ടൊക്കെയാണ് നമ്മളിങ്ങനെ ലൈക്ക്, ഞാൻ അതുകൊണ്ടാണ് ഒന്നാമത് ഈ ഒരു ബൈക്കിൻ്റെ ഇതിന് പോണത്. സോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഓടിക്കരുതെന്ന്. എടുത്താലും ഞാൻ അങ്ങനെ അതിഭീകരമായിട്ട് ഓടിക്കാനൊന്നും പോണില്ല. ഞാൻ ആ പുറത്തിൻ്റെ പ്രശ്നമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് മാത്രമേ എടുത്തൊരു ഭയങ്കര ഒരു റൈഡ് അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ദൂരം പോകുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നമ്മുടെ നാട്ടിൽ തന്നെ കറങ്ങി ഇങ്ങനെ പിടിച്ച് നിർത്തും. എന്തായാലും നോക്കട്ടെ, കുറച്ച് ഓപ്ഷൻസ് കൂടി തപ്പണം. ഓക്കെ, സോ ബെറ്റർ ഓപ്ഷൻസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലുള്ള. ആൻഡ് കോട്ടയ്ക്കൽ ഭാഗത്തൊക്കെ ഉള്ളവർ ആർക്കെങ്കിലും വണ്ടിയൊക്കെ എടുക്കാണ്ടെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ DC പോയിക്കോ. അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് DC. അവർ നല്ല പ്രൈസ് റേഞ്ചിലൊക്കെ ചെയ്തു തരും. ഓക്കെ.